ആനയുടെ അടുത്ത് ഈ പരിപാടി നടക്കൂല്ലോ. ഇതേ പോണണ്ടോ ടാർസനാണ്. ടാർസനാണ് മച്ചാന്റെ പേരെന്താ? അമൽ ടാർസൻ. ഇന്ന് മുതൽ അറിയപ്പെടുന്നത് മച്ചാനെ അമൽ ടാർസൻ എന്നാണ്. മറ്റു ആനകൾക്കില്ലാത്ത ഒരു പ്രത്യേകതകള് 4 കാലിൽ കൂടെ കയറാൻ പറ്റും. ഓ നിപ്പ് വേണ്ട, ആ കാലൊക്കെ അങ്ങോട്ട് പൊക്കി. ആഹാ ലിഫ്റ്റിൽ പോകും പോലെയാണ് കേരളം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതായിരിക്കും? ഓൾമോസ്റ്റ് എല്ലാം കഴിക്കും. പാർലിജാണ് ഏറ്റവും ഫേമസ് ആൾക്ക്. പിന്നെ മധുരമുള്ള എല്ലാം ഭയങ്കര. ഈ ആനേനെ നമ്മൾ കാട്ടിലേക്ക് വിട്ടാവും എന്തായിരിക്കും അവസ്ഥ? ഞങ്ങൾ തിരിച്ച് കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ റിക്കവറി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാട്ടിലെ രീതിയെ വിട്ട് നാട്ടിലെ രീതി ഇവർ പഠിച്ചു. അപ്പൊ കാട്ടിൽ ഹാൻഡ് ഫീഡിംഗ് ആണ് കൂടുതലായിട്ട് ഇവിടെ പഠിച്ചിട്ടുള്ളത്. നമ്മൾ മനുഷ്യരാണ് ഒരു പന വെട്ടിയിട്ട് വിട്ടുകയാണ്. കാട്ടിൽ അങ്ങനെയല്ല, കുത്തിമറിക്കാണല്ലേ മച്ചാനെ? ഇവനൊരു കാട്ടുകൊമ്പനാ. അപ്പൊ നമ്മള് ഹാൻഡ് ഫീഡിംഗ് ആണ് കൂടുതലും നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പോയി അത് കിട്ടാണ്ടാകുമ്പോ പിന്നെ അതേപോലെ അവിടെയുള്ള ആനകളുമായി മൽപ്പിടുത്തം നടത്തി വിജയിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പൊ ഉണ്ടാവില്ല. അപ്പൊ കാട്ടാനയോട് ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റൂല. ഞാനൊക്കെ വിചാരിച്ച് ഇതിനായിരിക്കും കൂടുതൽ നമ്മൾ തീറ്റയും ശർക്കരയും പിന്നെ ഇതൊക്കെ കൊടുക്കും. കുങ്കാനകളെ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. ആ രീതി പഠിപ്പിച്ചാൽ അതോട് മുട്ടി നിൽക്കാനായിട്ട് സാധിക്കും.